പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് കർത്താവിൻ്റെ ജ്ഞാനസ്നാന തിരുനാളാണ്. കർത്താവിന് ജ്ഞാനസ്നാനം സ്വീകരിക്കാനായി സ്നാപക യോഹന്നാൻ്റെ അടുത്ത് അവിടുന്ന് ചെല്ലുമ്പോൾ സ്നാപക യോഹന്നാൻ ഒരു തടസ്സം പറയുന്നുണ്ട്. ആ സമയത്ത് കർത്താവിൻ്റെ ഒരു റെസ്പോൺസ് ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. എന്നാൽ യേശു പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. വേറൊന്നും നോക്കാനില്ല, മാമോദീസ സ്വീകരിച്ചേക്കാം. അത് ഇന്ന പ്രായത്തിലേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞുള്ള പല പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്, പല എതിർപ്പുകളും വരുന്നുണ്ട്, പല ന്യായവാദങ്ങളും പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത് സമ്മതിച്ചേക്കുക, അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. ആ പ്രായത്തിൽ തന്നെ, ജീവിതത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പരിശുദ്ധമായിട്ടുള്ള ആദ്യ കൂദാശ അങ്ങനെ സ്വീകരിക്കാനായിട്ട് ഭാഗ്യം ലഭിക്കുമ്പോൾ അത് മുഴുവൻ മനസ്സോടുകൂടെ സ്വീകരിച്ചേക്കുക. കുഞ്ഞുങ്ങളെ അത് സ്വീകരിക്കാനായിട്ട് അനുവദിച്ചേക്കുക. കാരണം ഇത് നിസ്സാര കാര്യമല്ല. നമ്മൾ അത്രയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ പോയ ഒരു കൂദാശയാണിത്. കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ സംസാരിക്കുമ്പോൾ ആള് പറയാനുണ്ടായിരുന്നു, അച്ഛാ മാമോദീസയല്ലേ, അച്ഛൻ തന്നെ നടത്തിയാൽ മതി, വേറെ അച്ഛന്മാരെ ഒന്നും വിളിക്കണ്ട, നമുക്ക് വലിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അച്ഛന്മാരെയൊക്കെ വിളിച്ച് ചെയ്യാം. എത്ര വലിയ കൂദാശയെക്കുറിച്ചാണ് അറിവില്ലാതെ നമ്മളിങ്ങനെ പറഞ്ഞു പോകുന്നതെന്നുള്ളതാണ് പ്രശ്നം. പരിശുദ്ധ കുർബാന കണക്ക്, വിശുദ്ധ കുമ്പസാരം കണക്ക് അത്രയും പ്രധാനപ്പെട്ട ഒരു കൂദാശയാണ് ഈ ആദ്യത്തെ കൂദാശ. കാരണം മാമോദീസ എന്ന കൂദാശയിലൂടെയാണ് ഒരാൾ ഉത്ഭവ പാപത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ടാണിത് ജീവിതത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ചെയ്യാൻ പറയണേ. പാപം ജനിക്കുമ്പോൾ തന്നെ പാപത്തിൻ്റെ ഭാരവുമായിട്ട് പിറന്നു വീഴുന്ന ഒരാൾ പിന്നീട് പരിശുദ്ധ മറിയത്തെ കണക്ക്, അമലോത്ഭവയെ കണക്ക് ജീവിതത്തിൻ്റെ പാപമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേരാനായിട്ട് സ്വർഗം കനിഞ്ഞു തന്നിരിക്കുന്ന ഒരു പരിശുദ്ധ കൂദാശ. അതെന്തിനാണ് നമ്മൾ നീട്ടി കൊണ്ടുപോയി പിന്നെ മതി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആർഗ്യുമെന്റ്സ് നടത്തണേ? മാമോദീസ എന്ന കൂദാശയിലൂടെ ഉത്ഭവ പാപത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നു, നമ്മൾ പരിശുദ്ധരായി തീരുന്നു. കർത്താവിൻ്റെ മക്കൾ എന്നുള്ള നിലയിൽ, സ്വർഗത്തിൻ്റെ അവകാശികൾ എന്ന നിലയിൽ, ഈശോയുടെ ആഗ്രഹം പോലെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് ആദ്യത്തെ കാര്യം. രണ്ടാമത്തേത്, മാമോദീസയിലൂടെ നമ്മളെ ക്രൈസ്തവ സഭയിലെ അംഗമായി മാറുന്നു. അത് കുറേ കാലം കഴിഞ്ഞ് എനിക്ക് തിരിച്ചറിവ് വന്നിട്ട് ഞാൻ കത്തോലിക്ക സഭയിൽ ചേരണോ വേണ്ടതെന്നൊക്കെ, അതിലൊക്കെ എത്രയോ ബെറ്ററാണ് ഈ ജീവിതം ആരംഭിക്കുമ്പോൾ തന്നെ കർത്താവ് സ്ഥാപിച്ചിരിക്കുന്ന ഈ സഭയിലെ അംഗമായി മാറാൻ പറ്റുക എന്നുള്ളത്. ക്രൈസ്തവ സഭയിലെ അംഗമായി മാറുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മാമോദീസ എന്ന കൂദാശയിലൂടെ നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെടുന്നു എന്നുള്ളതാണ്. കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, സാത്താൻ നിങ്ങളുടെ മുൻപിൽ കീഴടങ്ങി എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, നേരെ മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. ഇങ്ങനെ സ്വർഗത്തിൽ പേരെഴുതപ്പെടുന്ന ഒരു ദിവസമാണ് മാമോദീസ എന്ന ദിവസം. മാമോദീസയിലൂടെയാണ് ഒരാൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതെന്ന് നമുക്കറിയാവോ? ഒരാൾക്കും അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിട്ടില്ല. സ്ഥൈര്യലേപനത്തിലൂടെ കിട്ടണമെന്നാണ് വിചാരിക്കണേ. മാമോദീസയിലൂടെ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെടുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ കിട്ടുന്ന കൂദാശയാണിത്. മാമോദീസയിലൂടെ സകല വരപ്രസാദങ്ങളുടെയും സ്വീകരിക്കാനായി നമ്മൾ അർഹരായി തീരുന്നുണ്ട്. സകല വരപ്രസാദങ്ങൾക്കും അർഹയായി ഒരു കുഞ്ഞു മാറുന്നത് ഈ മാമോദീസയിലൂടെ. എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങളും നമ്മളിലേക്ക് നിറഞ്ഞു വരാനായിട്ട് കാരണം ബേസിക്ക് ഈ മാമോദീസ സ്വീകരിച്ചിരിക്കണമെന്നുള്ളതാണ്. ഗ്രേസ് ആണിത്, ഗ്രേസ് അപ്പോൺ ഗ്രേസ്, കൃപയ്ക്കുമേൽ കൃപ. കർത്താവ് കനിഞ്ഞു തരുന്ന ഒരു ദാനം വേണ്ടാന്ന് വെച്ച് മാറി നിൽക്കണം. മാമോദീസയിലൂടെയാണ് ഈ ലോകത്തിലെ സകല തിന്മകളെയും എതിർത്ത് തോൽപ്പിക്കാനായി നമ്മൾ ശക്തരായി തുടങ്ങുന്നത്. ഈ തിന്മകളെ എതിർത്ത് തോൽപ്പിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു ദൈവത്തിൻ്റെ മക്കൾക്ക് എന്ത് സന്തോഷമാണ് ലഭിക്കാനുള്ളത്. നമ്മളൊരു ഫൈറ്റിലാണെന്ന് പറയും. വചനം പറയുന്നുണ്ട്, ഇത് നമ്മൾ ഈ ലോകത്തിൻ്റെ ദുഷ്പ്രഭുത്വങ്ങൾക്കെതിരായിട്ട്
മാംസത്തിനും രക്തത്തിനും എതിരായിട്ട്, സാത്താൻ്റെ കുടിലതന്ത്രങ്ങൾക്കെതിരായിട്ട് നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുക. അതിനകത്ത് ജയിക്കാനായിട്ടുള്ള ശക്തി ലഭിച്ചു തുടങ്ങുന്നത് മാമോദീസയിലൂടെയാണ്. ഈ മാമോദീസ, കർത്താവിൻ്റെ മാമോദീസയുടെ ജ്ഞാനസ്നാനത്തിൻ്റെ രംഗങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ ജ്ഞാനസ്നാന തിരുനാൾ നമ്മുടെ മുൻപിലേക്ക് വരിക. അവിടെ മാമോദീസ സ്വീകരിക്കുമ്പോൾ, ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടാകുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. ഓരോ കുഞ്ഞും അന്നത്തെ ദിവസം ആ ഒരു സ്വരം കേൾക്കുന്നുണ്ട്. മാമോദീസ സ്വീകരിക്കാനായി നമ്മൾ ഈ കുഞ്ഞിനെ വെള്ളവസ്ത്രങ്ങളൊക്കെ ഉടുപ്പിച്ച് പള്ളിയിൽ കൊണ്ടുവരുമ്പോൾ അവനല്ലെങ്കിൽ അവള് സ്വർഗത്തിൽ നിന്ന് ഈ സ്വരം കേൾക്കുന്നുണ്ട്, നീ എൻ്റെ പ്രിയപുത്രനാണ് കേട്ടോ, നീ എൻ്റെ പ്രിയപുത്രിയാണ് മോളെ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ളത് പിന്നീടുള്ള ജീവിതം. അതുകൊണ്ട് സ്വർഗം നമ്മളെ നോക്കി പറയേണ്ടതാണ്. അത് മുതിർന്നവരുടെ ഉത്തരവാദിത്വം. ആരാണോ ഈ കുഞ്ഞിനെ കൊണ്ടുവന്നിരിക്കുന്നത് അവരുടെ ഉത്തരവാദിത്വം. നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, നീ കൊള്ളാട്ടോ എന്ന് പറഞ്ഞിട്ട് സ്വർഗം ഇവനെ അല്ലെങ്കിൽ ഇവളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന വിധത്തിൽ ഈ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരേണ്ടത് ഈ മുതിർന്നവരുടെ ഓരോരുത്തരുടെയും കടമയാണ്, ഓരോരുത്തരുടെ. അതുകൊണ്ടോ ആദ്യം ഈ മാമോദീസയ്ക്ക് മുന്നായിട്ട് തലയോട്ടപ്പനെയും തലയോട്ടമ്മയെയും വിളിച്ച് മേടയിലിരുത്തി നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇത് ഇത്തിരി ഗൗരവമുള്ള കാര്യമാണ്. പറ്റുമെങ്കിൽ മാത്രം ഏറ്റെടുത്താൽ മതി. വെറുതെ കുമ്പാരി കൂടാനായിട്ടുള്ള പരിപാടിയല്ല ഇത്. നേരെ മറിച്ച് ഈ കുഞ്ഞിൻ്റെ ആത്മീയ വളർച്ചയുടെ ഓരോ സ്റ്റെപ്പും നിങ്ങളുടെ മേൽനോട്ടത്തിലാണ് ഇനി പോകേണ്ടതെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. ആ വലിയ ഭാരിച്ച ഉത്തരവാദിത്വമാണ് ഏറ്റെടുക്കാൻ പോകുന്നത്. കൊച്ച് കുരിശ് വരച്ചു തുടങ്ങിയോ, നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥന പഠിച്ചോ, സ്വർഗസ്ഥനായ തെറ്റാതെ ചൊല്ലുന്നുണ്ടോ, പള്ളിയിൽ പോയി തുടങ്ങിയോ, അത് കഴിഞ്ഞ് കാറ്റക്കിസത്തിന് കൃത്യമായിട്ട് പോകുന്നുണ്ടോ, കൂദാശകൾ സ്വീകരിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ളതടക്കം ആത്മീയ വളർച്ചയുടെ ഓരോ സ്റ്റേജിലും കൂടെ നിൽക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് ഈ പറഞ്ഞ ജ്ഞാനസ്നാന മാതാപിതാക്കള്. അത് പറ്റുന്നില്ലെങ്കിൽ വേണ്ട എന്ന് പറയും അവരോട്. അത്രയ്ക്ക് ഉത്തരവാദിത്വം നിറഞ്ഞ, ഭാരം നിറഞ്ഞ ഒരു ഉത്തരവാദിത്വം, ഭാരിച്ച ഒരു ഉത്തരവാദിത്വം. അത് ഒരു കുഞ്ഞിൻ്റെ ആത്മീയമായ വളർച്ചയുടെ വഴികളിൽ കൂട്ടു നിൽക്കുക എന്നുള്ളത്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കർത്താവ് അപ്പനോടമ്മയോടായിരിക്കില്ല ഈ ആത്മീയ വളർച്ചയെക്കുറിച്ച് ചോദിക്കാൻ പോകുന്നത്, തലതൊട്ടപ്പനോടും തലതൊട്ടമ്മയോടും ആയിരിക്കും. നിങ്ങളിൽ പലരും അതായിരിക്കുമല്ലോ. നമ്മൾ തലതൊട്ട മാമോദീസായിൽ നമ്മളുടെ തലതൊട്ടപ്പയും തലതൊട്ടമ്മനായി നിന്ന ആ കുഞ്ഞിനെ പിന്നീട് ഓർത്തിട്ടുണ്ടോ, പ്രാർത്ഥിച്ചിട്ടുണ്ടോ, പോയി കണ്ടിട്ടുണ്ടോ, കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ, ആത്മീയമായി വളർന്നിട്ടുണ്ടോ, തളർന്നിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടോ? ജ്ഞാനസ്നാന തിരുനാളിൻ്റെ അന്ന് ഇതൊക്കെ ഒന്ന് തീർച്ചയായിട്ടും പ്രാക്ടിക്കലായിട്ട് എടുക്കേണ്ട ചില സ്റ്റെപ്സ് ആണെന്നറിയണം. പാപം ഉപേക്ഷിക്കുകയും വിശ്വാസം പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളാണ് അതിന് ഉത്തരം പറയണേ. പിശാചിനെ ഉപേക്ഷിക്കുന്നുവോ, അവൻ്റെ എല്ലാ ദുഷ്കർമ്മങ്ങളും ഉപേക്ഷിക്കുന്നുവോ, അവൻ്റെ എല്ലാ ആർഭാടങ്ങളും ഉപേക്ഷിക്കുന്നുവോ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും പറയും ഞങ്ങൾ ഉപേക്ഷിക്കുന്നു. നമ്മൾ അങ്ങോട്ട് തിരിച്ചൊരു കാര്യം പറയാറുണ്ട്. ഈ ആർഭാടം എന്നൊക്കെ പറഞ്ഞാൽ വെള്ളോടിയടക്കം എല്ലാം പെടും. ആർഭാടം എന്നൊക്കെ പറഞ്ഞാൽ ചെയ്യൂലെന്നൊക്കെ അറിയാം, എന്നാലും ചെയ്യാൻ പാടില്ല. ചിലവരുടെ മുഖം ചുളിയുന്നത് കാണാൻ പറ്റും. കാരണം വാങ്ങിച്ചു വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്, വാങ്ങിച്ചു വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഈശോയ്ക്ക് വാക്ക് കൊടുക്കുകയാണ്, ഈ കുഞ്ഞിൻ്റെ പേരിൽ ഞാനിഞ്ഞി സാത്താൻ്റെ എല്ലാ ആർഭാടങ്ങളും ഉപേക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതടക്കം ഉപേക്ഷിക്കണം. ഈശോൻ്റെ മുൻപിൽ നിന്ന് ഈ കുഞ്ഞിൻ്റെ നാമത്തിൽ നമ്മൾ ഉറപ്പ് കൊടുക്കുകയാണെന്ന് പറയുമ്പോൾ ചിലർ വല്ലാതെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് കാണാം, മുഖം വല്ലാതെ ഇങ്ങനെ മ്ലാനമാകുന്നത് കാണാം. നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ദൈവം പറയുന്ന വിധത്തിൽ, സ്വർഗം ഉറപ്പ് കൊടുക്കുന്ന വിധത്തിൽ, കോംപ്ലിമെന്റ് കൊടുക്കുന്ന വിധത്തിൽ ഈ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരാനായിട്ടുള്ള നിയോഗം കിട്ടിയപ്പോൾ ഇതൊക്കെ ഉപേക്ഷിച്ചേ പറ്റുള്ളൂ. ഇതൊക്കെ കണ്ടാണ് ജ്ഞാനസ്നാനം ഇത്ര വലിയ കൂദാശയാണെന്ന് പറയണേ. മാമോദീസ നിസ്സാര കാര്യമല്ല. വെറുതെ പോയി ഭക്ഷണവും കഴിച്ചിട്ട് വരേണ്ട ഒരു ഫംഗ്ഷൻ അല്ല. പള്ളിയിൽ പോയി ഈ കുഞ്ഞിനെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു കൂദാശയാണിത്. പരിശുദ്ധ കുർബാന പോലെ, വിശുദ്ധ കുംഭസാരം പോലെ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഒരേ മനസ്സോടെ പ്രാർത്ഥിച്ച് പരികർമ്മം ചെയ്യപ്പെടേണ്ട ഒരു കൂദാശയെ നമ്മൾ എത്രമാത്രം നിസ്സാരവൽക്കരിച്ചു കളഞ്ഞു എന്നോർക്കണം. കർത്താവെ, അങ്ങ് നൽകുന്ന ഈ വലിയ ദാനത്തെ ഓർത്ത്, നിത്യജീവനെ ഓർത്ത്, സ്വർഗത്തിൻ്റെ അവകാശികളായി ഞങ്ങളെ മാറ്റുന്നതിനെ ഓർത്ത്, പരിശുദ്ധാത്മാഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കുന്നതിനെ ഓർത്ത്, സകല വരപ്രസാദങ്ങൾക്കും ഞങ്ങളെ ഉടമകളാക്കി തീർക്കുന്നതിനെ ഓർത്ത്, സ്വർഗത്തിൽ ഞങ്ങളുടെ പേരുകൾ എഴുതുന്നതിനെ ഓർത്തൊക്കെ നന്ദി അർപ്പിച്ചുകൊണ്ട് ഈശോയുടെ തിരുമുൻപിൽ നമുക്ക് വലിയ കൃതജ്ഞതയോടുകൂടെ മുട്ടിന്മേൽ നിന്ന് ആശീർവാദം പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ,
പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. നീ എന്റെ പ്രിയപുത്രനാണ്, നീ എന്റെ പ്രിയപുത്രിയാണെന്ന് പറഞ്ഞ് സ്വർഗം ഏറ്റെടുത്ത നമ്മുടെ ഈ ജീവിതം, ഈ ദിവസം അവസാനിക്കുന്ന ഈ നിമിഷത്ത്, ഈ രാത്രിയിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കർത്താവ് ഇപ്പോൾ നമ്മളെ നോക്കി, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഐ ആം വെരി ഗ്ലാഡ് അബൌട്ട് യു എന്ന് പറയൂ. ഐ എം സോ ഹാപ്പി അബൌട്ട് യു പറയൂ. അങ്ങനെ പറയിച്ചുകൊണ്ട് വേണം ഓരോ ദിവസവും നമുക്ക് അവസാനിപ്പിക്കാനായിട്ട്. കർത്താവെ, നീ എന്നിൽ പ്രസാദിക്കുന്ന വിധത്തിൽ ജീവിക്കാനായിട്ടുള്ള, എല്ലാ ദിവസവും അങ്ങനെ അവസാനിപ്പിക്കാനായിട്ടുള്ള കൃപ തരണമേ എന്ന വലിയ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. സ്വർഗം ആശീർവദിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ.